KSEBക്ക് 25 കോടി രൂപയിലധികം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് പത്തനംതിട്ട ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ട്രാൻസ്ഫോമറുകൾ, ലൈനുകൾ, HTLT പോസ്റ്റുകളുടെ തകർച്ച, ഇതൊക്കെയാണ് നഷ്ടത്തിൻ്റെ കാര്യങ്ങൾ. അതെല്ലാം പരിഹരിച്ചു വരികയാണ്. നഷ്ടം പരിഹരിക്കുകയല്ല, വന്നിട്ടുള്ള കേടുപാടുകളും അതുപോലെ സപ്ലൈ ഡിസ്റപ്ഷനും പരിഹരിക്കാനുള്ള തീവ്ര പരിശ്രമമാണ്. ഇന്ന് പത്തനംതിട്ടയുടെയും ആലപ്പുഴയുടെയും പ്രശ്നങ്ങൾ സംബന്ധിച്ച് അവിടെ ചുമതലയുള്ള മന്ത്രി PC വിഷ്ണുനാഥിൻ്റെയും MLA-മാരുടെയും നേതൃത്വത്തിൽ പത്തനംതിട്ടയിലെ ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ ഞാനും കൂടി പങ്കെടുത്തു. അപ്പോൾ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് വെള്ളം കയറിയ സ്ഥലങ്ങളിലെ സപ്ലൈ അവിടെ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. വേഗത്തിൽ ചെയ്യാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. എല്ലാവരുടെയും സഹകരണം പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തൃശ്ശൂരിൽ വന്ന് ഞാൻ കളക്ടറുമായിട്ടും അതുപോലെ ഇവിടുത്തെ ജനപ്രതിനിധികളുമായിട്ടും ബന്ധപ്പെട്ടിരുന്നു. മന്ത്രി OJ ജനീഷിൻ്റെ നേതൃത്വത്തിൽ കളക്ടറും മറ്റെല്ലാവരും ചേർന്ന് തൃശ്ശൂരിൽ ആവശ്യമായ രക്ഷാപ്രവർത്തനവും കാര്യങ്ങളും നടത്തുന്നുണ്ട്. പുനരധിവാസ പ്രവർത്തനം നടത്തുന്നുണ്ട്. ക്യാമ്പുകളൊക്കെ നന്നായിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞു. തൃശ്ശൂരിൽ മഴയ്ക്ക് ഒരു ശമനമുണ്ടെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഇന്ന് 1-2 പരിപാടികൾ നേരത്തെ നിശ്ചയിച്ചതുകൊണ്ട് പെരിങ്ങൽകുത്ത് ഡാം കാണുന്നതിന് വേണ്ടി പോകുന്നുണ്ട്. മുഖ്യമന്ത്രി ഇന്ന് പത്തനംതിട്ട എത്തുന്നുണ്ട്. നേരത്തെ എത്തേണ്ടതായിരുന്നല്ലേ? അതല്ല, പത്തനംതിട്ടയിൽ ഇപ്പോൾ അദ്ദേഹം ഇന്ന് എത്തുന്നു. അത് വൈകിട്ടൊന്നുമില്ല. അതിലവിടെ മന്ത്രിമാരെ എല്ലാ ജില്ലകളിലും, എനിക്ക് കണ്ണൂർ ജില്ലയുടെ ചുമതലയുണ്ടായിരുന്നു. അതുപോലെ മറ്റ് ഓരോ മന്ത്രിമാർക്കും ഓരോ ജില്ലയുടെ ചുമതലയുണ്ടായിരുന്നു. പത്തനംതിട്ടയിൽ PC വിഷ്ണുനാഥ് ആ പ്രദേശവുമായിട്ട് അടുപ്പമുള്ള ആളുകളുടെ ചുമതലയുണ്ടായിരുന്നു. മുഖ്യമന്ത്രി തലസ്ഥാനത്തും കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തൊട്ടാകെയുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വഹിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി ഇന്നലെ ഒരു ഇൻവെസ്റ്ററെ കാണാനാണ് വന്നതെന്നാണ് പറയുന്നത്.